തുറന്നില്ല ചേച്ചി. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് പറ്റിയൊരു വലിയൊരു ഫ്രോഡ്, ഭയങ്കര ഒരു സ്കാമിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം. എന്താണ് കയറി വരുന്നത്? സമ്മതിക്കത്തില്ല, വീഡിയോ സമ്മതിക്കത്തില്ല. എന്തോ ചെയ്യുന്നേ? ചട്ടി നോമ്പ കള്ള നോമ്പ പറക്കി ചെയ്യുന്ന 2 പാത്രത്തിൽ എടുത്ത് പറക്കി. ആ വരാലോ. ചിരണ്ടാനുള്ള തേങ്ങകളാണ് ഇത്. ഇത്രയും 5 കിലോയോളം തേങ്ങ നമുക്ക് ചിരണ്ടാനുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പറ്റത്തില്ല, നല്ലൊരു നടക്കടാ. കോണ് പുഴുങ്ങാം. കോണ് പുഴുങ്ങി വാട്ടർമെലൺ ജ്യൂസും അടിക്കാം. കോണും വാട്ടർമെലൺ ജ്യൂസും. കോണ് പുഴുങ്ങിയത് വാട്ടർമെലൺ ജ്യൂസ്. അയ്യോ വാട്ടർമെലൺ അല്ലല്ലോ, പൈനാപ്പിൾ ജ്യൂസ്. തിരുത്തണ്ടേ കുഞ്ഞെ, തിരുത്തണ്ടേ? ആർക്കും പറ്റും. വാട്ടർമെലൺ ഉണ്ട് ആക്ച്വലി. വാട്ടർമെലനോട് എടുത്താൽ അതും ജ്യൂസാക്കാം. വാട്ടർമെലൺ ജ്യൂസാക്കാനോ അരിഞ്ഞു വെക്കാനോ? അരിഞ്ഞു വെക്കാം. പൊരിച്ചതെല്ലാം ഓൾറെഡി ആയതുകൊണ്ട് നമുക്കിനി ഈ പരിപാടികളെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ചെയ്യാം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പം ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം, അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു ചതി എന്നൊക്കെ പറയാം. നമ്മളെല്ലാവരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഞാൻ ആക്ച്വലി മിന്ത്രയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ആ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. എല്ലാം അത്യാവശ്യ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-20 ഡ്രസ്സോളം, 20-23 ഡ്രസ്സോളം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കായിട്ട്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരേ കമ്പനിയുടെ തന്നെ ഒരു 3-4 പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തതിലാണ് എനിക്ക് പറ്റിയൊരു ചതി ഇരുന്നത്. ഞാനൊരു 6 പ്രോഡക്റ്റ്സ് ഒന്നിച്ച് ഒരേ ബ്രാൻഡിൻ്റെ തന്നെ ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്നത് വെറും ഒറ്റ പ്രോഡക്റ്റാണ്. ഞാൻ ഈ 6 പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് ഫുള്ള് ഞാൻ പേ ചെയ്യുകയും ചെയ്തു. പക്ഷേ എനിക്കാണെങ്കിൽ വന്നത് ഒരൊറ്റ സാധനവും. ഞാനാണെങ്കിൽ നമ്മുടെ ഈ മിന്ത്രയുടെ കസ്റ്റമർ കെയറിലൊക്കെ കുറേ കോൺടാക്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഭയങ്കര സങ്കടമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം നമ്മൾ കസ്റ്റമേഴ്സിനെ വഞ്ചിക്കുകയല്ലേ. അവരാണെങ്കിൽ ആ ഒരു അതിന് നമ്മൾ പറഞ്ഞൊരു കംപ്ലയിൻറ്റിന് ഒരു വാല്യൂ എടുക്കാതെ അവരുടെ ഒരു വെയർ ഹൗസിൽ നിന്ന് ആ സാധനം ഞങ്ങൾ അയച്ചിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് അതുകൊണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഞാൻ കുറേ റിക്വസ്റ്റൊക്കെ ഇട്ട് ചാറ്റൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്ലൈ. ഞാനാണെങ്കിൽ കുറേ നേരം ഒരു 2 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയാണ്. കാരണം നമ്മളുടെ ഒരു അറൗണ്ട് ഒരു 5 ഡ്രസ്സിൻ്റെ പൈസ, 6 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് 5 ഡ്രസ്സിൻ്റെ പൈസയും പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സും വന്നിട്ടില്ല നമുക്ക്, ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്നുള്ളൊരവസ്ഥ. അവസാനം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവർ ആദ്യം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവരെനിക്ക് തന്ന റിപ്ലൈ എന്തെന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിൽ നിന്നും സാധനം പോയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സാധാരണ ഒരു മെസ്സേജിൽ ഒതുക്കി. അപ്പോൾ നമ്മൾ ഇത്രയും രൂപയ്ക്കും സാധനം വാങ്ങിച്ച ഒരു കസ്റ്റമറിന് ഒരു വാല്യൂ ഇല്ലേ? ആ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പം ഞാൻ വേറൊരു കമ്പനിയുടെ ഞാൻ ഒന്നിച്ചായിരുന്നു സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ ഒരു പ്രോഡക്റ്റ് കൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയുടെ തന്നെ 2 ജീൻസായിരുന്നു ഇതിൻ്റേത്. അത് വന്നപ്പോഴും ചെയ്യേണ്ടത് ആ പ്രോബ്ലം തന്നെ. എന്തെന്ന് വെച്ചാൽ 2 സാധനമുണ്ട്, 2 ഓർഡറാണ് ഞാൻ ചെയ്തത്. അതിൽ ഒറ്റ പ്രോഡക്റ്റേ വന്നിട്ടുള്ളൂ. 2 സാധനം ഡെലിവേർഡ് ആയി എന്നും പറഞ്ഞുകൊണ്ട് അവർ ആപ്പിലും കാണിക്കുന്നുണ്ട്. എൻ്റെ പൈസ പോവുകയും ചെയ്തു. ഞാൻ വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. മിന്ത്രയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. വലിയൊരു സ്കാം നടക്കുന്നുണ്ട്. പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഒരു 3 നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളൊരു 5 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡെലിവേർഡ് ആക്കിയിട്ട് ബാക്കി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ആ ഒരു സ്കാമിൽ ഉൾപ്പെടാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചേക്കണം.
ഇത്രയും വലിയൊരു സൈറ്റിൽ നിന്ന് നമ്മൾ അത്രയും വിശ്വസിച്ച് ഓർഡർ ചെയ്യുന്നതല്ലേ. ഇതായിരുന്നു കേട്ടോ എനിക്ക് ഈ നോമ്പ് ഇന്ന് നല്ലൊരു 17-ാം രാവുമായിട്ട് കിട്ടിയ പണി. അപ്പം ഇന്ന് 17-ാം രാവായതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പൊരികടികളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. കുറച്ച് ജ്യൂസും കുറച്ച് പൊരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, ഇതിനായിരുന്നു അതിൻ്റെ പുറകെ പോരുന്നത്. ഇതേ കഞ്ഞിയാണെങ്കിൽ അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്തെ സൗദാമായിരുന്നു കേട്ടോ നമുക്ക് കഞ്ഞി എടുത്തുകൊണ്ട് തന്നത്. ഇതിനാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിനെ തിരക്കി പോയതാണ്. ഇതിൻ്റെ ഫ്രണ്ടാണെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നേ. പഞ്ചാരപ്പാട്ട് നിറയെ ഉറുമ്പായിട്ട് ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. വെയിൽ കൊള്ളുമ്പോൾ ഇവന്മാർ ചൂട് കെട്ടിയിട്ട് ഇറങ്ങി പോകുമല്ലോ. അങ്ങനെ ഞാൻ വന്നതേ നമ്മുടെ തണ്ണിമത്തങ്ങ അല്ലല്ലോ, നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ്. ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ. പൈനാപ്പിൾ ജ്യൂസ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കെല്ലാം ചുമയും ചെറിയൊരു തൊണ്ടയടപ്പൊക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസം. ഇപ്പോഴത്തെ ചുമയെന്ന് പറയുന്നത് എൻ്റെ അമ്മോ ഭയങ്കര വല്ലാത്ത ചുമയാണ്. എന്ത് പറയണമെന്നറിയത്തില്ല. ചുമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ആഴ്ചത്തേക്കിനകത്ത് തന്നെ ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിലും ഐസും തണുപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതേ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ചുമയ്ക്ക് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. വേറെ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മുടെ നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നുണ്ട്. നാരങ്ങാവെള്ളം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നോമ്പോറയ്ക്ക് ഒരു രസവും കാണത്തില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും ഉമ്മച്ചിയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളൊരു കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് ഈ കോണിനെ പറ്റിയിട്ടൊന്നും പണ്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പാവം കഴിക്കുന്നത്. അപ്പം ഉമ്മച്ചി അത് കണ്ടുകൊണ്ടത് നീ വാങ്ങിക്കുന്നതല്ലേ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇത് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വീറ്റ് കോണാണോ ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മച്ചി അന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതും പുഴുങ്ങാനെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും കുട്ടികൾക്കും എനിക്കൂടെ ഞാൻ 4 കഷ്ണമായിട്ട് മുറിച്ചെടുത്തേ. കുഞ്ഞു ബേബിക്ക് കൊടുത്തിട്ട് അവളാണെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി ഒരുക്കി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിന്ന് പള്ളിയിൽ നിന്നും ആയിരുന്നു കേട്ടോ നോമ്പ് തുറ. അപ്പം ഞാനെന്തെങ്കിലും കുട്ടികളും വന്നിരിപ്പുണ്ട്. ഉമ്മച്ചിയാണെങ്കിൽ ജസ്റ്റ് ഫ്രഷ് ആവാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ 17-ാം രാവിൻ്റെ നോമ്പത്തെ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുള്ളൊരു വ്ലോഗ് തീരുകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.